ഗൾഫ് രാജ്യങ്ങൾ വലിയ തോതിൽ ഇറാനെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ഗൾഫ് കടലിടുക്ക് അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ സ്വത്തല്ല എന്നാണ് UAE വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമുസിനെ മോചിപ്പിക്കാൻ UAE അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തിറങ്ങും എന്നുള്ള സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. UAE പ്രസിഡന്റ് ബഹ്റിൻ രാജാവിനെ കണ്ടു. മധ്യസ്ഥ ചർച്ചകളിൽ വിട്ടുവീഴ്ച മനോഭാവം വേണമെന്ന് ഖത്തർ ഇറാനോട് ആവശ്യപ്പെടുന്നു. സമുദ്രപാതകളെ വിലപേശൽ ഉപകരണമാക്കരുത് എന്നും ഖത്തർ വളരെ പ്രധാനപ്പെട്ട വിവരമായി നൽകുന്ന സാഹചര്യമുണ്ട്. കാർത്തിക്, ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടൽ ഏറെ നിർണായകമാണ്. നമുക്കറിയാം, ഏറ്റവും അധികം ഈ യുദ്ധത്തിൽ പ്രശ്നം സംഭവിച്ചത് ഗൾഫ് രാജ്യങ്ങൾക്കാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ തുറമുഖങ്ങളെ ആക്രമിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അതിനിടയിലാണ് ഇത്ര വലിയ ഇടപെടൽ ഈ രാജ്യങ്ങൾ കൂടി ചേർന്ന് നടത്തുന്നത്. രഞ്ജിത്ത്, UAE, ഖത്തർ, ബഹ്റിൻ അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ സജീവമായി ചർച്ചകൾ നടത്തുന്നത്. ഖത്തർ തലവൻ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് സമുദ്രത്തെയും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ജലപാതകളെയും വിലപേശൽ ഉപകരണമാക്കി മാറ്റരുത് എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. അതായത് ഖത്തറും സ്വരം കടുപ്പിക്കുന്നു. UAE ആകട്ടെ നേരത്തെ തന്നെ കടുത്ത നിലപാട് അറിയിച്ചു. ഹോർമൂസ് ഇറാന്റെ സ്വത്തല്ല എന്ന തരത്തിലായിരുന്നു UAE തലവന്റെ പ്രതികരണം. അങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സ്വാഭാവികമായും ഒരു രണ്ടാം റൗണ്ട് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ അടക്കം ശക്തമായ സമ്മർദ്ദം ഇറാനുമേൽ ഉണ്ടാവേണ്ടതുണ്ട്. ഈ UAE പ്രസിഡന്റ് ബഹ്റിൻ രാജാവുമായി മനാമയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിലും ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടന്നു. ഇറാൻ വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോകണം എന്ന നിലപാടാണ് പൊതുവിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിക്കുന്നത്. എന്തായാലും സമുദ്രപാതകളെ വിലപേശൽ ഉപകരണമാക്കരുതെന്ന അഭിപ്രായമാണ് ഈ രാജ്യങ്ങൾക്ക് ഉള്ളത്. ഈ രാജ്യങ്ങളിലെ തുറമുഖങ്ങൾ അടക്കം സുരക്ഷിതമല്ല എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് മിഡിൽ ഈസ്റ്റിലെ ഈ രാജ്യങ്ങളുടെ അവർ തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളും അതോടൊപ്പം തന്നെ ബാക്ക്ഡോർ ആശയവിനിമയങ്ങളുമൊക്കെ സജീവമായി തുടരുന്നത്. ഒരു രണ്ടാം റൗണ്ട് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഇടപെടൽ സഹായിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നതും. രഞ്ജിത്ത്, തീർച്ചയായും ഇതിനിടയിൽ നമുക്കറിയാം, പാകിസ്ഥാന്റെ ഇടപെടലിലാണ് ചർച്ചകൾ നടന്നു വന്നത് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അത് പരാജയമായിരുന്നു. മധ്യസ്ഥ റോള് വഹിക്കാൻ പാകിസ്ഥാന് ഫലപ്രദമായി കഴിഞ്ഞില്ല എന്ന ആക്ഷേപം അതിനുശേഷം ആ രാജ്യം കേട്ടു. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത്, റഷ്യ, അതായത് വൻശക്തിയായ റഷ്യ ഈ ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കുകയാണ്. ഇത്തരത്തിൽ റഷ്യ വരുമ്പോൾ ഇറാന്റെ യുറേനിയം അടക്കം തങ്ങൾ സൂക്ഷിക്കാമെന്നുൾപ്പെടെയുള്ള ഫോർമുലകൾ ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം യുറേനിയം സമ്പുഷ്ടീകരണമാണല്ലോ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ ചർച്ചകൾ പൊളിയാൻ ഉള്ള കാരണമായി മാറിയത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പുടിൻ ഫോണിൽ സംസാരിച്ചു. ഇറാന് ഈ മധ്യസ്ഥ ശ്രമം സമ്മതമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്ക കൂടി പക്ഷെ നമുക്കറിയാം ഈ വിഷയത്തിൽ സമ്മതം അറിയിക്കേണ്ടി വരും. കാരണം ഇറാനും അമേരിക്കയും തമ്മിലാണ് ചർച്ച നടത്തേണ്ടത്. റഷ്യയും അമേരിക്കയും അത്ര സുഖത്തിലുള്ള രാജ്യങ്ങളല്ല എന്ന് നമുക്കറിയാം. അവിടെയാണ് അമേരിക്കയുടെ കൂടി സമ്മതം ഈ ചർച്ചകൾക്ക് ആവശ്യമായി വരുന്നത്. ട്രംപിൻ്റെ തീരുമാനത്തെ, ഇപ്പോൾ ഈ ഹോർമുസിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ട്രംപിൻ്റെ തീരുമാനത്തെ അതിനിശിതമായി റഷ്യ വിമർശിച്ച പശ്ചാത്തലവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്നാണ്, ഈ ഇറാനെ റഷ്യ സഹായിക്കുന്നു എന്നുള്ള അമേരിക്കൻ വിമർശനം തുടരുന്നു എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട നയതന്ത്ര രഹസ്യങ്ങളടക്കം ഇറാന് ചോർത്തിക്കൊടുക്കുന്നു എന്നുള്ള വിമർശനം അമേരിക്ക ഉന്നയിക്കുന്ന സാഹചര്യവും നിർണായകമാണ്. കാർത്തിക്, ഇപ്പോൾ പാകിസ്ഥാന്റെ മധ്യസ്ഥ ചർച്ച പൊളിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് വലിയ പേരുദോഷം ആ രാജ്യം കേട്ടു. ഇപ്പോൾ റഷ്യ ഇടപെടുമ്പോൾ ഇറാനുമായി അത്ര അടുപ്പമുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ, ഒപ്പം ആഗോള സാമ്പത്തിക ശക്തി എന്ന നിലയിലുള്ള അഡ്വാൻറ്റേജ് കൂടി റഷ്യയ്ക്കുള്ള സ്ഥിതിക്ക് ഇതിനെ അമേരിക്ക കൂടി സമ്മതിച്ചാൽ ഒരു മധ്യസ്ഥ ശ്രമം അത് ഫലപ്രദമാകുമെന്ന് കരുതാമോ? യുക്രൈനുമായി നിലവിൽ യുദ്ധത്തിലുള്ള രാജ്യമാണ് റഷ്യ. അങ്ങനെ യുദ്ധത്തിലുള്ള രാജ്യം റഷ്യയുമായി പല ഘട്ടങ്ങളിലും ഈ യുദ്ധം പരിഹരിക്കാൻ, അതായത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ഇടപെടലുകൾ പല കോണുകളിൽ നിന്നുമുണ്ടായി. അതിനോടൊക്കെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ സമീപനം എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് സജീവമായ ഇടപെടലുകൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഉണ്ടാകുന്നു എന്നത് ശ്രദ്ധേയമാണ്. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻകൈയെടുക്കാൻ തയ്യാറാണ് എന്നുവരെ ഒരു ഘട്ടത്തിൽ
റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇറാൻ പ്രസിഡന്റ് മസൗദ് പെസഷ്കിയാനുമായി റഷ്യൻ പ്രസിഡന്റ് ചർച്ച നടത്തി. ഈ ചർച്ചയിലാണ് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകാൻ തയ്യാറാണെന്നും ആവശ്യമായ ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നും അതിന് തയ്യാറാണെന്നുമൊക്കെ റഷ്യ വ്യക്തമാക്കിയത്. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇറാനിലെ സമ്പുഷ്ടീകരിച്ച ഒരു യുറേനിയം, അതായത് ആണവായുധമാക്കാൻ കെൽപ്പുള്ള രീതിയിൽ 60% സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം യുറേനിയം ഇറാന്റെ കൈവശം ഉണ്ടായിരുന്നു. അത് ഇറാന് പുറത്തേക്ക് കൊണ്ടുപോകണം എന്നതായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം. ആ ഘട്ടം മുതൽ തന്നെ പുടിൻ വ്യക്തമാക്കിയത് ഈ യുറേനിയം റഷ്യയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ് എന്നതായിരുന്നു. ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുലകളിൽ ഒന്ന് അതുതന്നെയാണെന്ന് മനസ്സിലാക്കണം. അതായത് സമ്പുഷ്ടീകരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന യുറേനിയം, അതായത് ആണവായുധമാക്കാൻ കെൽപ്പുള്ള, ആണവ പോർമുനയ്ക്ക് കെൽപ്പുള്ള ശേഷിയുള്ള ആ യുറേനിയം കൈമാറാൻ ഇറാൻ സന്നദ്ധമായാൽ അത് കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് റഷ്യയും വ്യക്തമാക്കുന്നു. പക്ഷേ ഇതിനോടൊക്കെ അമേരിക്കയുടെ നിലപാട് എങ്ങനെയിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും തുടർന്നുള്ള ചർച്ചകൾ. എന്തായാലും റഷ്യയ്ക്ക് പുറമെ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഘട്ടത്തിൽ സജീവമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വ്യാഴാഴ്ച ഒരു 2ാം റൗണ്ട് ചർച്ചകൾക്ക് വഴിയൊരുങ്ങും. അതൊരു പക്ഷേ തുർക്കിയിലോ ജനീവയിലോ ആയിരിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അല്പം മുമ്പ് US പ്രസിഡന്റ് ട്രംപിൻ്റെയും അതോടൊപ്പം തന്നെ JD വാൻസിൻ്റെയും ഒക്കെ പ്രതികരണം മണിക്കൂറുകൾക്ക് മുൻപുണ്ടായിരുന്നു. ആ പ്രതികരണങ്ങളിൽ ട്രംപ് വ്യക്തമാക്കുന്നത് ഇറാൻ വാണ്ട്സ് എ ടോക്സ്, അതായത് ഇറാൻ ഒരു ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന തരത്തിലായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം. മാത്രമല്ല പന്ത് ഇപ്പോൾ ഇറാൻ്റെ കോർട്ടിലാണെന്ന് JD വാൻസും വ്യക്തമാക്കി. അതായത് പുതിയ സാഹചര്യങ്ങൾ ഉരുത്തിരിയും ഹോർമൂസിലെ ഈ സമ്മർദ്ദം ഒരു പക്ഷേ ഇറാന് വലിയ തോതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല. മാത്രമല്ല അത് അവരെ സാമ്പത്തികമായി വലിയ തോതിൽ ബാധിക്കുകയും മറ്റ് രാജ്യങ്ങൾ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു 2ാം റൗണ്ട് ചർച്ചകൾക്കുള്ള സാധ്യതകൾ അത്ര വിദൂരമല്ല. ഏപ്രിൽ 21 വരെയാണ് നിലവിൽ വെടിനിർത്തലിനുള്ള കാലാവധി. അതായത് ഇനി 9 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 9 ദിവസത്തിനുള്ളിൽ 2ാം ഘട്ട ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. കാരണം വെടിനിർത്തലിന് മുമ്പ് തന്നെ ചർച്ചകൾ പൂർത്തിയാക്കണമെന്നായിരുന്നു നേരത്തെ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണ. ഇതനുസരിച്ച് ഒരു ചർച്ച ഉരുത്തിരിയും എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാർത്തിക്, തുടരുക. ഇപ്പോൾ നമുക്ക് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അത് കഴിഞ്ഞ ദിവസം തന്നെ സംഭവിച്ചതാണ്. ട്രംപ് മാർപ്പാപ്പ തർക്കം അതിരൂക്ഷമായി തുടരുകയാണ്. മാപ്പ് പറയില്ല എന്ന് ട്രംപ് നേരത്തെ മാർപ്പാപ്പയെ അത് നിശിതമായി വിമർശിച്ചിരുന്നു. ട്രംപിൻ്റെ യുദ്ധക്കൊതിയാണ് മാർപ്പാപ്പ എതിർത്തത്. അതിൽ ശക്തമായ നിലപാട് മാർപ്പാപ്പ സ്വീകരിച്ചത് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത കിട്ടിയിരുന്നു. പക്ഷേ ഈ കുറ്റകൃത്യങ്ങളുള്ള മൃദു സമീപനം സ്വീകരിക്കുന്ന ആളാണ് ട്രംപ് മാർപ്പാപ്പ എന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ വീണ്ടുമുള്ള അവകാശവാദം. ഈ വിഷയത്തിൽ താൻ ഒരിക്കലും മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന് ട്രംപ് പറയുന്നു. തൻ്റെ ഭരണകൂടത്തിൻ്റെ ഇറാൻ നയങ്ങളെ എതിർക്കുന്നതിനെയും വലിയ തോതിൽ വിമർശിക്കുകയാണ് ട്രംപ് എന്നുള്ളതാണ്. അതേസമയം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന് അമേരിക്കക്കാരൻ കൂടിയായ ലിയോ 14 മാർപ്പാപ്പ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.